ഈ ഭൂമി ഏറ്റെടുത്തത് ഒന്ന് ശ്രീ ഹബീബ് റഹ്മാൻ അഭയം പൂക്കയിൽ തിരൂർ, മറ്റൊന്ന് അബ്ദുൽ ജലീൽ പന്നിക്കണ്ടത്തിൽ വീട്, ശ്രീ ജംഷീദ് റഫീഖ്, ശ്രീ മുഹമ്മദ് കാസിം അഭയം തിരൂർ, ശ്രീ യാസിർ, ശ്രീ അബ്ദുസലാം പന്നിക്കണ്ടത്തിൽ തിരൂർ, ശ്രീ ഇൻജാസ് മുനവർ, ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ, ശ്രീ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി സംസ്ഥാന സർക്കാർ 11 ഏക്കർ ഏറ്റെടുത്തത്. ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ ഹബീബ് റഹ്മാനും അതുപോലെ തന്നെ ജംഷീദ് റഫീഖും വെള്ളേക്കാട്ട് നിയാസും, ഹബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും മുഹമ്മദ് കാസിമും, ഈ 3 ആളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മക്കളാണ്. മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 തവണയായി തിരൂർ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖും. ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി 11 ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇത് CRZ 3യിൽ ഉൾക്കൊള്ളുന്ന NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണായ, ബഫർ സോണായ, അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല. ഈ ഭൂമിയുടെ പേരിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം 2019. അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയി ഇരുന്ന ആൾ ശ്രീ KT ജലീലാണ്. അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്, കണ്ടൽക്കാടും അതുപോലെ തന്നെ പവർ സോണും CRZ 3യും NDZ ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ 11 ഏക്കർ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തത് എന്നായിരുന്നു ജലീലിൻ്റെ അന്നത്തെ വാദം. എന്നാൽ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ, ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഏർപ്പെടുത്തിയ ഉപസമിതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു, ഇതിനകത്തെ മഹാഭൂരിഭാഗം വരുന്ന ഭൂമികളും, ഏതാണ്ട് എല്ലാ സർവേ നമ്പറിലെയും ഭൂമികൾ ഈ പറയുന്ന CRZ 3യിൽ വരുന്ന, കൃത്യമായി അതിൻ്റെ കോപ്പിയാണ്, മാധ്യമങ്ങൾക്ക് അതിൻ്റെ കോപ്പി നൽകാം. CRZ 3 അതുപോലെ തന്നെ NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണ്, മാംഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്ന് ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. ഇനി ഈ ഭൂമിയുടെ വില, ഇതിന് ന്യായവില പരിശോധിക്കുമ്പോഴാണ് നമുക്കറിയാം, ന്യായവിലക്ക് നമ്മുടെ നാട്ടിലെവിടെയും ഭൂമി നടക്കാറില്ല, ഭൂമി കച്ചവടം നടക്കാറില്ല, ശരിയാണ്. പക്ഷേ ന്യായവിലയുടെ ഏതാണ്ട് എത്ര ഇരട്ടി, ആ പേപ്പർ എടുക്കുമോ, ഏതാണ്ട് എത്ര ഇരട്ടി ആയിരിക്കും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി? ഇതിനകത്ത് വിവരാവകാശ പ്രകാരം ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. 6/1 പരമാവധി വില 7500 രൂപ. 6/1 എന്ന് പറഞ്ഞാൽ, ഒരു 6 എന്ന് പറഞ്ഞാൽ 2 സെൻറ്റും 2.47 സെൻറ്റ്, 2.47 സെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിന് 7500ൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് ന്യായവിലയുള്ളത്. എന്നാൽ ഈ ഭൂമിക്ക് സർക്കാർ എത്രയാണ് വില കൊടുത്തത്? 1,60,000. 17,65,00,000 രൂപയാണ് ഈ സ്ഥലത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തത്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീൽ, അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലിന് അത് നിഷേധിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഈ ആളുകളുടെ ഒന്നും പേരിലുള്ള പരമ്പരാഗതമായ ഭൂമിയല്ല ഈ ഭൂമി. ഇത് സർക്കാരിന് കച്ചവടം ചെയ്യാൻ വേണ്ടി തൊട്ടു മുമ്പ് ഈ പ്രദേശത്തെ വിവിധ ആളുകളിൽ നിന്ന് ചെറിയ വിലക്ക്, പരമാവധി 1 സെൻറ്റിന് 40,000, ഏറ്റവും കുറഞ്ഞത് 2,000 രൂപ മുതൽ
40,000 രൂപ വരെ വിലയുള്ള ഭൂമിയാണ്. ഇത് ടോട്ടൽ 11 ഏക്കർ ഇവർ കളക്ട് ചെയ്ത് സംസ്ഥാന സർക്കാരിന് ഒരു സെൻറ്റിന് 1,60,000 രൂപക്ക് മറിച്ച് വിറ്റത്. ഈ ആളുകളൊക്കെ ഇടനിലക്കാരായി നിന്ന ആളുകളാണ്. ഭൂമി വിറ്റ ഒരാളാണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്, മൊയ്തീങ്ക അല്ലേ? പേര് മൊയ്തീങ്ക. മൊയ്തീങ്ക ഒരു സെൻറ്റിന് അന്ന് എത്രക്കാണ് വിറ്റത്? 35,000 രൂപയ്ക്കാണ് മൊയ്തീങ്ക സ്ഥലം വിറ്റത്. ഈ റോഡിനോട് ചേർന്നുള്ള സ്ഥലം വിറ്റ ഒരാളെ ഞാനിപ്പോൾ കണ്ടു. അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പാകെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ 40,000 രൂപക്കാണ് വിറ്റതെന്നാണ്. എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്ന സ്ഥലം 40,000, ഇദ്ദേഹത്തിൻ്റെ കുറച്ച് അകത്ത് ഇദ്ദേഹം 35,000. പിറകോട്ട് പോകും തോറും ഏറ്റവും ചുരുങ്ങിയത് അവസാനം വരുന്നത് 2,000 രൂപ. ഈ ഭൂമിയാണ് ഇങ്ങനെ കൊള്ള വിലക്ക് 1,60,000 രൂപക്ക് ശ്രീ KT ജലീലിൻ്റെ താല്പര്യപ്രകാരം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഇനി അന്ന് ഞങ്ങൾ പറഞ്ഞു ചതുപ്പ് സ്ഥലമാണ്, അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ഈ പ്രദേശം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി പറയാണ്. ഇതിൻ്റെ പിറകിലേക്ക് നിങ്ങളെ ക്യാമറ കണ്ണുകൾ ഒന്ന് പോയാൽ അത് ചതുപ്പ് പ്രദേശമാണെന്നും കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല 2019 കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനിലൂടെ തറക്കല്ലിട്ട സ്ഥലമാണ്. 6 വർഷമായിട്ട് ഇന്നു വരെ ഒരു കല്ല് പോലും ഈ സ്ഥലത്ത് വെച്ചിട്ടില്ല, വെക്കാൻ കഴിയില്ല. എന്താ കാര്യം? ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടില്ല, ഇതിന് വിവിധ വകുപ്പുകളുടെ ഒരു അനുമതിയും കിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് 2019 തറക്കല്ലിട്ടിട്ട് ഒരു കല്ല് പോലും ഈ പ്രദേശത്ത് വെക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത്. ഇപ്പോൾ സർക്കാർ വേറെ ഭൂമി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യൂത്ത് ലീഗിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്, ഒന്നാമത്തെ കാര്യം, സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ KT ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ. ജലീൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, അത് മാസത്തവണ അടച്ചു കൊടുത്തിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, സർക്കാരിന് സാധാരണക്കാർ നികുതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങേണ്ട ഭൂമിയല്ല ഈ ഭൂമി എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജലീലിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുമാത്രം പോരാ, ഇതുമായി ബന്ധപ്പെട്ട അഴിമതി കൃത്യമായി അന്വേഷിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ജലീൽ മാത്രമല്ല, ഇതിനകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ പങ്കുപറ്റിയിട്ടുണ്ട്. ആരൊക്കെയാണോ ഇതിനകത്ത് പങ്കുപറ്റിയത് അവരെല്ലാം നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഇതിനകത്ത് ജലീലിന് ഒരു പങ്കുമില്ല എന്ന് ജലീൽ പറയുകയാണെങ്കിൽ, പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി, തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വകുപ്പും അദ്ദേഹവും ഒക്കെ ഇടപെട്ടതിൻ്റെ രേഖകൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും. ഇപ്പോൾ ഇക്കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഭൂമി ഇടപാടിൽ, സാമ്പത്തിക ഇടപാടിൽ ജലീൽ പണം വാങ്ങിയെന്നാണ് ആരോപിക്കുന്നത്. ഉറപ്പായിട്ടും. കാരണം ഇത്ര ചതുപ്പ് പ്രദേശമായ ഈ സ്ഥലം ഉപയോഗശൂന്യമാണ് എന്ന് അന്ന് തന്നെ, ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ കേരള നിയമസഭയിൽ ഈ നിയോജകമണ്ഡലത്തിലെ MLA ആയ ശ്രീ മമ്മൂട്ടി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ അന്ന് പറഞ്ഞിട്ടും അതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ ഭൂമിയിൽ നിർമ്മാണം നടക്കും, ഒരു കുഴപ്പമുള്ള ഭൂമിയല്ല, ഇത് കോൺഗ്രസും ലീഗും വെറുതെ പറയുന്ന ആക്ഷേപമാണ്, വികസനം മുടക്കുകയാണ് എന്നായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർമ്മാണം നടക്കണ്ടേ, ഒരു കല്ലെങ്കിലും വെക്കണ്ടേ? അപ്പോൾ എന്തിനാണ് ഈ 35,000 രൂപയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ, ഞങ്ങൾ ആളെ നേരെ മാധ്യമങ്ങളുടെ മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമല്ല വാങ്ങിയത്, 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. 8-10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി, ഈ കച്ചവടം നടക്കുന്നത് ഈ 2019 പണം കൊടുത്തത് 2016 ഇതിൻ്റെ ഈ സർക്കാർ വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇത് ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് 2016 തൊട്ട് മുമ്പ് 2016 തുടക്കത്തിലോ മറ്റോ ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്ക് വാങ്ങിയത്. 2016 അദ്ദേഹം അവരെ അന്ന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലില്ലീസിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സർക്കാരിന് കൊടുക്കുന്നു. രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ സർക്കാരുമായിട്ട് നെഗോഷിയേഷൻ നടക്കുന്ന ആ സമയത്താണ്.
രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. കാരണം അവരാണല്ലോ സർക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം അവർക്ക് പണം, വൈറ്റ് പണവും കിട്ടണം. അവരെ സംബന്ധിച്ചിടത്തോളം അധിക വില കിട്ടിയെന്ന് മാത്രമല്ല, 17,65,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്, സർക്കാർ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വൈറ്റ് മണിയായി കിട്ടി. ആ സൗകര്യം ചെയ്തു കൊടുത്തു. 35,000 ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അതായത് ഈ ഭൂമി ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നാണ്. ഉറപ്പായിട്ടും. എന്താ സംശയം? കള്ളപ്പണ ഇടപാട് നടന്നു എന്നല്ല, അവരുടെ പണം വെളുപ്പിക്കാനുള്ള സാഹചര്യവും സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുത്തു. കമ്മീഷനും കിട്ടിക്കാണോ? എന്താ സംശയം? അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്തിന് ഈ ചതുപ്പ് പ്രദേശം വാങ്ങി? ഇദ്ദേഹത്തെ പോലെയുള്ള സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപയ്ക്കും 2,000 രൂപയ്ക്കും ഒക്കെ വാങ്ങിയ ഭൂമി എന്തിനാണ് സംസ്ഥാന സർക്കാർ 1,60,000 വാങ്ങിയത്? മാത്രവുമല്ല, യു ഡി എഫ് ഏറ്റെടുത്തിട്ടില്ല. ഇല്ലില്ല. അന്ന് ഉദ്യോഗസ്ഥന്മാർ പല സ്ഥലങ്ങളും കണ്ടിരുന്നു. അന്ന് ബെഞ്ച് ഒരു സ്ഥലം, ബെഞ്ച് സ്കൂള്, അവർ സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം പറഞ്ഞു. ആദവനാട് വേറെ സ്ഥലം കണ്ടിരുന്നു. ബെഞ്ച് സ്ഥലം അന്ന് അവരാവശ്യപ്പെട്ട തുക തന്നെ 1,20,000 അപ്പോൾ അന്ന് അവർ പറഞ്ഞു അതത്ര നല്ല സ്ഥലമല്ല. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന സ്ഥലം. അവർ പറഞ്ഞു റോഡിന് അത്ര വീതിയില്ലാന്ന്. 52 സ്കൂൾ ബസ്സുകൾ ഡെയിലി പോകുന്ന ബെഞ്ച് സ്ഥാപനം. അവർ ചോദിച്ചത് 1,20,000. നെഗോഷിയേറ്റ് ചെയ്താൽ പിന്നെയും കുറയും. ആദവനാട് വേറെ ഭൂമി, നിർമ്മാണ യോഗ്യമായ ഭൂമി, കുറഞ്ഞ വിലക്ക് സർക്കാരിന് കൊടുക്കാമെന്ന് പറഞ്ഞത്, അതൊന്നും ഏറ്റെടുക്കാതെ UDFൻ്റെ കാലത്ത് ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളെല്ലാം പ്രപ്പോസലായി പറഞ്ഞിരുന്നു. UDF ഒരു സ്ഥലവും ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് മാറി വന്ന സർക്കാർ ദ്രുതഗതിയിൽ ഇവരുമായി ചർച്ച നടത്തി. അതും ഇതിൻ്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട്, അതായത് ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ വകുപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവരുമായി ഒരു നെഗോഷിയേഷൻ നടത്തി. അവർ 1,70,000 ചോദിച്ചു, സർക്കാർ 1,60,000 കൊടുത്തു. ചോദിച്ചു തന്നെ ഇതൊക്കെ നേരത്തെ ധാരണയാക്കിയതാണ് 1,60,000. അപ്പോൾ 1,70,000 വെറുതെ 1,70,000 ചോദിച്ചു, 10,000 കുറച്ചു. പഞ്ചായത്ത് പ്രമേയം പാസാക്കി. അതുപോലെ തന്നെ നാട്ടുകാരെ എതിർപ്പ് പറഞ്ഞു. വിവാദമായതിന് പിന്നാലെ ഇതിന്റെ ഇടപാടുകൾ തൽക്കാലത്തിൽ നിർത്തിവെക്കുകയും പിന്നീട് ഒരു കമ്മിറ്റിയെ വെക്കുകയും ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കളക്ടർക്ക് ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വെക്കുകയും അതിനിടയിൽ ഹരിത ട്രിബ്യൂണലിന്റെ പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് 17 സംതിങ് ഏക്കർ ഭൂമി ഈ കണ്ടൽക്കാട് ഒഴിവാക്കിക്കൊണ്ടുള്ള 11 ഏക്കർ ഏറ്റെടുക്കുന്നതും പിന്നെ ആ തീരുമാനിച്ച 1,60,000 നിന്ന് 10,000 രൂപ കുറച്ച് 70,000 നിന്ന് 10,000 കുറച്ച്. അതെ, അങ്ങനെയാണല്ലോ അവരുടെ വാദം. അവരുടെ വാദം. അതായത് ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് സമിതിയെ ഉണ്ടാക്കുന്നു. ആ തട്ടിക്കൂട്ട് സമിതി ഇവർക്ക് താല്പര്യമുള്ള ചില ആളുകൾ, അന്ന് മലയാള സർവകലാശാലയിലെ നിയമനവും അതിൻ്റെ സ്ഥലമാറ്റവും ഒക്കെ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. ഈ ഭൂമി ഏറ്റെടുക്കലിന് ആരൊക്കെയാണോ എതിര് നിൽക്കുന്നത് അവരെല്ലാം മാറ്റി സർക്കാരിന് താല്പര്യമുള്ള, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളെ അപ്പോയിൻ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു സമിതിയെ വെച്ചു. ആ സമിതി ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നൊരു റിപ്പോർട്ടുണ്ടാക്കി. എന്നാൽ ഗ്രീൻ ട്രിബ്യൂണൽ വെച്ച ആധികാരികമായ സമിതിയാണ് പറഞ്ഞത് ഈ ഭൂമി CRZ 3 പെട്ടതാണ്, NDZ പെട്ടതാണ്, മാംഗ്രൂവ്സ് ഉണ്ട്, കണ്ടൽക്കാടുള്ളതാണ്, ഇവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ആ സമിതി പറഞ്ഞ ഭൂമിയാണ്. ഇപ്പോഴും നിലനിൽക്കുന്നതാണല്ലോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കാത്തത്. അതുകൊണ്ടാണല്ലോ TMGയുടെ തുഞ്ചൻ കോളേജിൻ്റെ സ്ഥലം ഏറ്റെടുക്കണം എന്ന ആവശ്യവുമായി ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നത്. അപ്പോൾ ഈ ഭൂമി എന്ത് ചെയ്യും? ഞങ്ങൾ ചോദിക്കുന്നത് ഈ 11 ഏക്കർ 1,60,000 രൂപയ്ക്ക് വാങ്ങി ഈ ഭൂമി എന്തു ചെയ്യും? ഇതിൻ്റെ പണം എങ്ങനെ സർക്കാർ നഷ്ടമായി? ആ പണം ആര് കൊടുക്കണം? അതിന് നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അത് ഈടാക്കണം. മാത്രമല്ല ഇതിൽ കൂട്ടാളികളായ എല്ലാവർക്കുമെതിരെ കേസെടുത്ത് നിയമ നടപടിക്ക് സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. അത് വെറുതെ പറയുന്നതല്ല, ഇത് വിറ്റ ആളെ അടക്കം സാക്ഷിമൊഴിയായി മാധ്യമങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളെ ഏതൊക്കെ നിലക്ക് സമീപിക്കാൻ പറ്റുമോ അതൊക്കെ സമീപിക്കും. പക്ഷേ ആരാ വിജിലൻസ്? വിജിലൻസിൻ്റെ ഭരണം ആർക്കാണ്? ഇതിൽ UDFിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടില്ലേ? അതായത് ഇങ്ങനെയുള്ള ഒരു ഭൂമി കച്ചവടം സ്വാഭാവികമായിട്ട് അന്ന് വലിയ തോതിൽ വാർത്തയായതാണ്. മാധ്യമങ്ങൾ ഇത് വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ്. അതിൽ ഈ പറയുന്ന സ്വകാര്യ റിയൽ എസ്റ്റേറ്റുകാർ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിയിരുന്നുവെന്നും ആ ഭൂമിയാണ് വിറ്റത് നമുക്കൊന്നും അറിയാമായിരുന്നു. പക്ഷേ വേണ്ടത്ര രീതിയിൽ അന്ന് കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. ആ സബ്മിഷന് പിന്നെ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി അന്ന് സംസ്ഥാന സർക്കാർ നൽകിയില്ല. പിന്നീട് വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസ് അന്വേഷണം നടത്തിയില്ല. ഇപ്പോൾ ചില പൊതുപ്രവർത്തകർ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഞങ്ങൾ സമരം നടത്തി. ഞങ്ങൾ നിരന്തര സമരം നടത്തി. ഇവിടുത്തെ യൂത്ത് ലീഗ് നിരന്തര സമരം നടത്തി. ഞങ്ങളൊക്കെ അതിന് നേതൃത്വം കൊടുത്തു, അറസ്റ്റ് വരിച്ചു. എന്തെല്ലാം സംഭവങ്ങളാണ്. മാത്രമല്ല ഇതെല്ലാം കോവിഡിൻ്റെ മറവിലാണ് ഈ തട്ടിപ്പൊക്കെ നടന്നത്. 2019 അന്ന് ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം കോവിഡ്
കോവിഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയത്. ആ കോവിഡിൻ്റെ മറവിൽ നടത്തിയ ഒരു കൊള്ളയാണ്, പകൽ കൊള്ളയാണ് ഈ ഭൂമി കച്ചവടം. അന്ന് ഓൺലൈനിലാണ് തറക്കല്ലിട്ടത്. അപ്പോൾ ഇത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇത് സർക്കാർ ഖജനാവിന് നഷ്ടം സംഭവിച്ചതാണ്. ഇത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊള്ളയടിച്ചതാണ്. അതിന് നേതൃത്വം കൊടുത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിന് CPM-കാരായ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരോ സ്വതന്ത്രന്മാരോ ആയ ആളുകളുടെ കയ്യിൽ നിന്ന്, ഇടനിലക്കാരായി നിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ്. നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. വയനാട്ടിലെ ഒരു ഭൂമി പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ലീഗ് എടുത്തപ്പോൾ അത് 99,000-നും 1,06,000-നും ഒക്കെ ഭൂമി വാങ്ങിയപ്പോൾ അത് തോട്ടഭൂമിയാണ്, അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അതുകൂടി ആലോചിക്കണം നിങ്ങൾ. സ്വന്തം കളവ് കണ്ടുപിടിക്കുമ്പോൾ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്ന ഒരു മുൻ മന്ത്രിയാണ്. മുൻ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജിവെച്ച് നാണം കെട്ട് ഒഴിഞ്ഞു പോയ ഒരു മാന്യനാണല്ലോ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വയനാട്ടിലെ ഭൂമിയിൽ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോപണം. എന്നാൽ ഈ ഭൂമിയിൽ ഇന്ന് വരെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന വഴിയിൽ കുറച്ച് മെറ്റലിട്ടത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. അത് ഇവിടെ നിർമ്മാണത്തിനല്ല, അത് റോഡ് പണിക്ക് വേണ്ടി ആ സ്വകാര്യ സ്ഥലത്ത് ആരോ കൊണ്ടുപോയി ഇറക്കിയതാണ്. KT ജലീൽ അതെ, അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഒരു അവസരം കൊടുക്കണം അദ്ദേഹത്തിന് നിലപാട്. അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിൻ്റെ തെളിവുകൾ മാധ്യമങ്ങളുടെ മുമ്പാകെ നൽകും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു വിഷയം ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന 35,000-ന് വിറ്റ ഒരാളെ ഞങ്ങൾ ഹാജരാക്കി. അത് 5 സെൻറ്റും 10 സെൻറ്റും ഒന്നും അല്ല. ഇതിനകത്ത് 11 ഏക്കറിൽ 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലം വിറ്റ ആളാണ് ഇദ്ദേഹം, മൊയ്തീൻ ഖാ. അദ്ദേഹം വിറ്റത് 35,000 രൂപയ്ക്ക്. ആ ഭൂമിയാണ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 1,60,60,000-ന് വിറ്റത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ തന്നെ എത്ര കോടിയാണ് ലാഭം? ഇനി ബാക്കിലോട്ടൊക്കെ പോകുമ്പോൾ 2,000-നൊക്കെ വിറ്റ ആളുകളില്ലേ? പല ആളുകളും മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ കവർച്ചാ സംഘം, ആ കവർച്ചാ സംഘത്തിനെ ഭയമായതുകൊണ്ടാണ് പല ആളുകൾ. ഇപ്പോൾ ഒരു കവർച്ചാ സംഘത്തിൻ്റെ ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അടുത്ത കാലത്ത്, കുറുവാ സംഘം. ഈ തിരൂരിലെ കുറുവാ സംഘം, തിരൂരിലെയും തവനൂരിലെയും താനൂരിലെയും ഒക്കെ കുറുവാ സംഘം നടത്തിയ ഈ മോഷണം, സ്വതന്ത്ര വേഷമണിഞ്ഞ ഈ കുറുവാ സംഘം നടത്തിയ അഴിമതി പുറത്തു പറയാൻ ധൈര്യമുള്ളത് ഒരു മൊയ്തീൻ ഖായാണ്. അദ്ദേഹത്തിന് ഇനി നാളെ ഒന്നും സംഭവിക്കാതെ നിങ്ങളൊക്കെ നോക്കണം. ഇവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരെ അത് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവരത് തുറന്നു പറയാൻ തയ്യാറാകാത്തത്. ഈ മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളും ഭൂമി നൽകിയിട്ടുണ്ട്. അല്ല, അത് അന്വേഷിക്കട്ടെ. ഇപ്പം നമ്മൾ നേരിട്ട് പങ്കില്ലാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ്. ജലീലിനെതിരായ തെളിവ് പുറത്തുവിടുന്നു പറയുന്നത്, അതായത് ഇതിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അദ്ദേഹം പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തെളിവാണോ, അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അത് തെളിവ് വരുമ്പോൾ നിങ്ങൾ വിലയിരുത്തി. അഴിമതി എത്ര കോടിയുടെ ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് 10 കോടി, 15 കോടി അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 10. അത് ഞാനൊരു ഏകദേശ കണക്ക് പറഞ്ഞാൽ 15 കോടി. അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അത് ജലീലിനെ ചോദ്യം ചെയ്തിട്ട് ജലീലാണത് പറയേണ്ടത്. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അദ്ദേഹം എത്ര ഇനി പരമാവധി ഇതൂടെ പറഞ്ഞുതരാം, പരമാവധി പിടിച്ചു നിൽക്കാൻ കഴിയുക ഒരു 6 മാസം കൂടിയാണ്. 2026 ഏപ്രിൽ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒരു ജനകീയ ഗവൺമെൻറ് അധികാരത്തിൽ വരും. കണക്ക് പറയിപ്പിക്കും, ഒരു സംശയം വേണ്ട, മറുപടി പറയിപ്പിക്കും. എത്രയാണോ ഈ നാട്ടിലെ നികുതി പണം കൊടുക്കുന്ന സാധാരണക്കാരൻ്റെ പണം ഇവർ അപഹരിച്ചത്, അത് അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു മാത്രമല്ല, തിരിച്ചു പിടിക്കുന്നു മാത്രമല്ല, അവരൊക്കെ ജയിലഴി എണ്ണേണ്ടി വരും, ഒരു സംശയം വേണ്ട. മറ്റൊരു കാര്യം, KT ജലീൽ പറയുന്നത് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും താങ്കൾക്ക് കൃത്യമായ മറുപടി ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അദ്ദേഹം എത്ര വേണമെങ്കിലും പറയട്ടെ, അദ്ദേഹം പരാതിയും കൊടുക്കട്ടെ, ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ. എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ, യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിക്ക് എന്തായാലും അന്വേഷിക്കാൻ പറ്റില്ല. ഈ നാട് ഭരിക്കുന്ന സർക്കാരാണ് അന്വേഷണം നടത്തേണ്ടത്. അവർക്ക് നല്ലൊരു അവസരമല്ലേ? അല്ല, അദ്ദേഹത്തിന് നല്ലൊരു അവസരമല്ലേ? എനിക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് നോക്കൾ പരിശോധിക്കട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞ അതായത് ഞാൻ പറയാം, ഒരു മറുപടിയും ഇല്ല. അതായത് അദ്ദേഹം എനിക്ക് വലിയ ശമ്പളം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ശമ്പളം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, വലിയൊരു അത് കോൺട്രാക്റ്റ് അല്ലേ? അതൊക്കെ അവിടുത്തെ വിസ പ്രിവിലേജുമായി ബന്ധപ്പെട്ട്, വിസ സ്റ്റാറ്റസുമായി ഒക്കെ ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റ് അല്ലേ? ഇതൊക്കെ വളരെ എളുപ്പമല്ലേ? ഒരാളുടെ പേരിൽ ഉള്ള ഒരു അക്കൗണ്ടൊക്കെ നിഗൂഢമായി വെക്കാൻ പറ്റുമോ?
അതൊക്കെ അന്വേഷിച്ചാൽ പോരെ? സംസ്ഥാന സർക്കാർ അതിനുള്ള സംവിധാനങ്ങളില്ലേ? അതിന് അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ലേ? എൻ്റെ പേരിൽ അദ്ദേഹം എന്നെ കുറച്ച് പുകഴ്ത്തി അദ്ദേഹം, അതായത് എനിക്ക് ഉയർന്ന ശമ്പളമുണ്ട് എന്നൊരാളെക്കുറിച്ച് അദ്ദേഹം, എൻ്റെ എതിരാളി, അത് രാഷ്ട്രീയ എതിരാളിയായ ഒരാൾ എന്നെക്കുറിച്ചൊരു പൊങ്ങച്ചം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് തള്ളിക്കളയുന്നത്? പക്ഷേ അതൊക്കെ അന്വേഷിച്ചോട്ടെ, അതിന് അന്വേഷിക്കാനുള്ള സംവിധാനമില്ലേ? ഒരു ഭയവുമില്ല. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും നിയമവിരുദ്ധമായ ഇടപാടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധമായ ഇടപാട് തുറന്നു കാണിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് കെ ടി ജലീലിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ളത്. ഫേസ്ബുക്കിൽ വെറുതെ തള്ളി മറിക്കാതെ അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് അന്വേഷണ ഏജൻസിക്ക് മുമ്പായിട്ട് ആ തെളിവുകൾ സമർപ്പിക്കണം. അതോടൊപ്പം അതൊക്കെ അദ്ദേഹം ചെയ്യട്ടെ. അതോടൊപ്പം ഈ പറയുന്ന 15 കോടിയുടെ അഴിമതിയുടെ കാരണം, അതിന് നിജസ്ഥിതി, ഇനി അദ്ദേഹത്തിനൊരു പങ്കുമില്ല, വേറെ ആരോ ആണ് പറ്റിയെങ്കിൽ അദ്ദേഹം പറയട്ടെ. വേറെ ആരുടെയോ സമ്മർദ്ദമാണോ? ഇത് നികുതിപ്പണവുമായിട്ട് ബന്ധപ്പെട്ട, ഫിറോസിൻ്റെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇത് നികുതിപ്പണം മോഷ്ടിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് അദ്ദേഹം മറുപടി പറയണം. വൈകിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെ ടി ജലീൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ തൊട്ട് പിന്നാലെയാണ് നിങ്ങൾ മലയാള സർവകലാശാല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഈ രേഖകളൊക്കെ ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഞാൻ പല ആളുകളെയും കണ്ടിരുന്നു. പല ആളുകളെയും കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഫോൺ കോൾ പോയി. ഞങ്ങളെടുത്ത് വന്നിരുന്നു, ഭൂമി എത്രയ്ക്കാണ് വിറ്റതെന്ന് ചോദിക്കുന്നുണ്ട്. CPM-കാരടക്കം വിറ്റിട്ടുണ്ട്. ഇവിടെ ലോക്കൽ കമ്മിറ്റിയില്ലേ, ലോക്കൽ കമ്മിറ്റി ഭാരവാഹി ഒരു നമ്പൂതിരി ഉൾപ്പെടെയുള്ള ആളുകൾ ഭൂമി വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ സമീപത്തേക്ക് അന്വേഷണം എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ ഒരു കോൺട്രാക്റ്റും ഉയർത്തിപ്പിടിച്ച്, ഒരു വിസയും ഉയർത്തിപ്പിടിച്ച്. എനിക്ക് മാത്രമല്ലല്ലോ ദുബായിൽ വിസ ഉള്ളത്, CPM-ൻ്റെ മന്ത്രിമാർക്കുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്ക്, CPM-ൻ്റെ മന്ത്രിമാർക്കല്ല, ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്ക് ദുബായ് വിസയുണ്ട്. KB ഗണേഷ് കുമാറിന് ദുബായ് വിസയുണ്ട്. മുകേഷ് MLA-ക്ക് ദുബായ് വിസയുണ്ട്. എനിക്കാണോ ആദ്യമായിട്ട് ദുബായ് വിസ ഉള്ളത്? പിന്നെ എൻ്റെ ശമ്പളം ഭയങ്കര ശമ്പളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് 5.5 ലക്ഷം ഉള്ളത് 15 ലക്ഷം വാങ്ങുന്നെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി പറയുമ്പോൾ ഞാനത് നിഷേധിക്കണം. പക്ഷെ അത് യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളത്. ആര് മറച്ചു വെച്ചു എന്ന് ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു മറച്ചു വെക്കലും നടത്തിയിട്ടില്ല. അതൊക്കെ അന്വേഷിച്ചോട്ടെ. ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഗതികൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസെടുക്കണം. ചെറിയ കാര്യമാണോ? അത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ? ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം മറച്ചു വെച്ചിട്ടുണ്ടോ? അതൊക്കെ പരിശോധിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഈ ചില മാധ്യമങ്ങൾ, ഒരു മിനിറ്റ്, ചില മാധ്യമങ്ങളൊക്കെ, കൈരളിയോട് എനിക്ക് പരാതിയില്ല, നിങ്ങളുടെ പാർട്ടി ചാനലാണ്. പക്ഷേ ചില മാധ്യമങ്ങൾ, ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല, ഇപ്പോൾ ഇന്നലെ കപ്പലണ്ടി വിറ്റ് കോടീശ്വരനായ ഒരാളുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് നോക്കി, ഏഷ്യാനെറ്റിൽ ചർച്ചയുണ്ട് കപ്പലണ്ടി കച്ചവടം. മീഡിയ വൺ നോക്കി, മാതൃഭൂമി നോക്കി, 24 ന്യൂസ് നോക്കി. ആ സമയത്ത് കോൺഗ്രസ്സിലെ വിഭാഗീയത ചർച്ച ചെയ്തൊരു ചാനലുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അവർ ഈ വാർത്തയൊക്കെ ഒന്ന് കയറി എന്ന് നോക്കട്ടെ. ഈ 15 കോടിയുടെ അഴിമതി ആരോപണം അവർ കയറി ചെയ്യോ അല്ലെ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയാണോ എന്നുള്ളത് ലെറ്റസ് സി. അതായത് അദ്ദേഹം ഫിറോസിനെ സംശയത്തിന് നിലനിർത്തുന്ന വിധത്തിൽ 15 ചോദ്യങ്ങളാണ് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടത്. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം അദ്ദേഹം നിങ്ങൾ ചോദ്യം ചോദിക്കുക. എൻ്റെ രാഷ്ട്രീയ എതിരാളി എല്ലാ ദിവസവും വന്ന് ചോദ്യം ചോദിക്കുക, ഫിറോസിന് എത്ര ശമ്പളം, ഫിറോസിൻ്റെ അക്കൗണ്ട് എവിടെയാണ്, ഫിറോസിന് എവിടെയൊക്കെയാണ് ബിസിനസ്. എന്നിട്ട് ഞാൻ ചില ഉദ്ഘാടനത്തിൽ അല്ല എൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിലൊക്കെ പോയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുക. ഇതൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ ആരോപണം? ഈ ആരോപണത്തിനൊക്കെയാണോ ഞാൻ മറുപടി പറയേണ്ടത്? അതല്ല, സ്വാഭാവികമായിട്ടും അത് ഈ മുസ്ലിം ലീഗിന്റെ ഫണ്ട് സമാഹരണങ്ങൾ പോലും വലിയ സംശയത്തിന്റെ നിഴലിലുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിലൊരു വിശദീകരണം നൽകും. വിശദീകരണമല്ല, നിയമ നടപടി ആണ് വരാൻ പോകുന്നത്. അത്തരം ആരോപണങ്ങൾക്ക് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളത് എൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. അല്ലേ, സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതിനെതിരെ ഞങ്ങൾ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് നിയമപരമായി നടപടി സ്വീകരിക്കും. കെ ടി ജലീലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അദ്ദേഹം ലീഗ് വിട്ടു പോകുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ്, ലീഗിൽ എല്ലാവർക്കും എതിരെയല്ല. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറയുന്നു, ഞാൻ പി കെ ഫിറോസിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, സാധാരണ താഴെ തട്ടിലുള്ള പാവപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തനെതിരെയല്ല. ലീഗിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കെ ടി ജലീൽ ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് കഴിയും. അത് കെ ടി ജലീലിനേക്കാൾ വലിയ ആളുകൾ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. വലിയ ആളുകൾ ഈ പാർട്ടിക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, വലിയ ആളുകൾ. പിന്നെയാണോ ഈ കെ ടി ജലീൽ? ലീഗിനകത്ത് ഒരു പോറൽ ഏൽപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹം അറ്റൻഷൻ സീക്കിംഗ് ആണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് ഇറങ്ങും. കുറേ ആരോപണം, എന്തെല്ലാം ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം അറിയുന്നില്ലേ? നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലെ 15 ചോദ്യം ചോദിച്ചില്ലേ? ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയില്ലേ? നിങ്ങളെന്താ ഇപ്പോൾ ആ ചോദ്യം മൈക്കുമായി അദ്ദേഹത്തോട് ചോദിക്കാത്തത്? വയനാട്ടിലെ ഭൂമി, ആ ഭൂമി അവിടെ നിർമ്മാണം നടക്കില്ല, അതുകൊണ്ട് ദുരന്തബാധിതർ ഉടനെ തന്നെ വാങ്ങിയ പണം തിരിച്ചടച്ച് സംസ്ഥാന സർക്കാരിനെ സമീപിക്കണം എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയില്ലേ? അന്ന് ആദ്യമായി അദ്ദേഹം ഈ ദുരന്തം ഉണ്ടായിട്ട് ഒരു കൊല്ലം ആ വയനാട്ടിലേക്ക് കയറാത്ത ആൾ വയനാട്ടിലേക്ക് വണ്ടി കയറില്ലേ ഈ വീട് നിർമ്മാണം മുടക്കാൻ? അവിടെ നിർമ്മാണം ആരംഭിച്ചില്ലേ?
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഏതെങ്കിലും അന്വേഷണ ഏജൻസി ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. അത് കൃത്യമായി ഞാൻ മറുപടി പറയും. പറഞ്ഞ അത്ര ശമ്പളം ഇല്ലേ അപ്പോൾ? എന്തിനാ അല്ല ഞാൻ എൻ്റെ ശമ്പളം അയാൾ ഉയർന്നത് പറഞ്ഞാൽ, എൻ്റെ രാഷ്ട്രീയ എതിരാളി പറഞ്ഞാൽ ഞാൻ എന്തിനാണ് നിഷേധിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത് 5.5 ലക്ഷമൊക്കെ എൻ്റെ ആഗ്രഹമാണ്. 5.5 ലക്ഷം ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അത്യാവശ്യം എന്ത് നിങ്ങൾ ശമ്പളം ആരെയും വെളിപ്പെടുത്തോ? വഴി ഇപ്പൊ സ്വകാര്യമായിട്ട് അല്ല, എന്ത് വിവാദം? അദ്ദേഹത്തിന് ജലീലിനല്ല വിവാദം, വേറെ ആർക്കും വിവാദമില്ലല്ലോ. അങ്ങനല്ല, എൻ്റെ ഒരു രാഷ്ട്രീയ എതിരാളി ഇത്രയും കാലമായി ലീഗിനെതിരെയും ലീഗ് നേതാക്കന്മാർക്കെതിരെയും ഒക്കെ ആക്ഷേപം ഉന്നയിക്കുകയും മാത്രമല്ല കൂലിയും വേലയില്ലാത്ത ഒരാളാണ് ഫിറോസ് എന്ന് നാട് നീളെ പ്രസംഗിച്ച് നടക്കുകയും മാധ്യമങ്ങൾ പറയുകയും ചെയ്ത ഒരാൾ അയാൾ ഇപ്പോൾ ഉയർന്ന ശമ്പളം വാങ്ങുന്നു എന്ന് പറയുന്നതിൽ അത് എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതാണെങ്കിലും നന്ദിയുണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കേരളം ഭരിക്കുന്നതിൽ ഒരു സ്വാധീനവും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കേരളം ഭരിക്കുന്ന സർക്കാർ അന്വേഷണം നടത്തി ഇപ്പോൾ ഇത്രയും കാലം ഞാൻ അവർക്കെതിരെ ഉന്നയിച്ച അല്ലെങ്കിൽ സമരം ചെയ്ത മാത്രമല്ല ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുന്നതിന് ഒരു സംഘടനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തൊരു വ്യക്തി എന്ന നിലയിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ്. അത് വിനിയോഗിക്കണം. ഓക്കെ, അത് പറഞ്ഞുതരാം. ഞാനൊരു ട്രോളായിട്ട് പറഞ്ഞൊരു കാര്യം ജലീലിന് വേണമെങ്കിൽ ഇപ്പോൾ US-ഉം UK-ലും കാനഡയിലൊക്കെ വിസ ഉണ്ട് എന്ന് പറഞ്ഞത് ട്രോളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ഏതോ ഒരു ചാനൽ വാർത്തയാക്കിയിരിക്കുകയാണ്. US-ലും UK-ലുമൊക്കെ പിന്നെ ഫിറോസിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതായത് ഈ US B1 B2 വിസ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ US ഗവൺമെൻറ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയതാണ്. B1 B2 വിസ എന്ന് പറഞ്ഞാൽ അതിന് ബിസിനസ് ടൂറിസം വിസ എന്നാണ് പറയുക. അപ്പോൾ ആ രാജ്യത്തേക്ക് അങ്ങനെ പോകാൻ വേണ്ടിയും അതിനുശേഷം പോകാൻ വേണ്ടിയും ഇവിടെ പല മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ അടിച്ചു കൊടുത്ത വിസയാണ് ബിസിനസ് ടൂറിസം വിസ. എനിക്ക് ആ വിസയും കൂടി ഉണ്ട് എന്ന് ഞാൻ ഒരു ട്രോളായിട്ട് മാധ്യമങ്ങളിൽ പറഞ്ഞത് ഒരു ചാനൽ വാർത്തയാക്കിയത്. അവിടെ വരെ ബിസിനസ് ഉണ്ട്, US-ലും UK-ലും കാനഡയിലും വരെ ബിസിനസ് ഉണ്ട് എന്ന് വരെ പറഞ്ഞു. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അത് പറഞ്ഞല്ലോ, ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന് കുറച്ച് വരുമാനം ഉണ്ട്, അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് വലിയ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ചില ഗൗരവമായിട്ടുള്ള ആക്ഷേപങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ അതിനെ അവഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞത് അത് നിയമപരമായി അത് നടപടി സ്വീകരിക്കണം എന്നാണ്. നിയമപരമായി. താങ്ക് യു.